നമസ്കാരം. കേരളീയത്തിൻ്റെ പ്രേക്ഷകർക്കെല്ലാം ഓണാശംസകൾ. അമ്മേ വന്നൻ നീലയാം നല്ലുടുപ്പിൻ പിന്നിൽ ഞാലും നാട കെട്ടിത്തരേണം. അല്ലെന്നാകിൽ ചില്ലകൾക്കുള്ളിൽ പാറിച്ചെല്ലും നേരം ഊർത്ത തുമ്പിൽ കുരുങ്ങും. അതീതകാലത്തിനുമപ്പുറത്തു നിന്നും തുഴഞ്ഞെത്തിയ വ്യോമനൗകേ, നീ കൊണ്ടുപോരുന്ന മഹാപ്രപഞ്ചം ഇറക്കി വയ്ക്കാനിടമില്ല മണ്ണിൽ. കവി പി രാമനാണ് ഇന്ന് കേരളീയം ടോക്കിൽ. കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെയായി നീണ്ടു നിൽക്കുന്ന കാവ്യജീവിതം. കനം, തുരുമ്പ്, ഭാഷയും കുഞ്ഞും, രാത്രി 12:30-ക്കൊരു താരാട്ട്, പിന്നിലേക്ക് വീശുന്ന കാറ്റ്, ഇരട്ടവാലൻ ഉൾപ്പെടെ അവസാന പുസ്തകം നനവുള്ള മിന്നൽ വരെ. കവിതയിൽ മുഴുകി ജീവിക്കുന്ന, എന്നാൽ അത് യാന്ത്രികമായി പോവാതിരിക്കാൻ സദാ ജാഗരൂകനായിരിക്കുന്ന ഒരു കാവ്യ സ്വത്വമാണ് മാഷെ പിന്തുടരുന്ന ഒരു വായനക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ നിരീക്ഷിച്ചിട്ടുള്ളത്. കവിത പലപ്പോഴും വലിയ കവികൾക്ക് പോലും വല്ലപ്പോഴും എടുത്തണിയാനുള്ള വേഷമായിട്ട്, ഇടയ്ക്ക് ചെന്ന് കയറാനുള്ള വീടായിട്ട് ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ മാഷെ സംബന്ധിച്ചിടത്തോളം കവിത ഒരു നിത്യവൃത്തി തന്നെയാണ്. കവിതയിൽ മുഴുകിയല്ലാതെ മറ്റൊരു ജീവിതം സാധ്യമല്ല എന്ന് തന്നെ എനിക്ക് തോന്നാറുണ്ട്. ഈ കവിതയിൽ മുഴുകിയുള്ള ജീവിതത്തെ നിരന്തരം പ്രചോദിപ്പിക്കുന്നത് എന്താണ്? വളരെ ശരിയാണത്. എന്നെ സംബന്ധിച്ചിടത്തോളം കവിത എന്ന് പറയുന്നത് ഞാൻ എഴുതുന്ന സമയത്ത് മാത്രം ഉണ്ടാകുന്ന ഒന്നല്ല. സാധാരണ പലരും പറഞ്ഞു കേൾക്കാറുണ്ട്, എഴുതുന്ന സമയത്ത് മാത്രമാണ് ഒരാൾ കവിയാകുന്നത്, അല്ലാത്ത സമയത്ത് അയാൾ വേറൊരാളാണ്. പക്ഷെ എനിക്ക് ഒരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം ആ എഴുതാൻ വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മുഴുവൻ ജീവിതത്തിൻ്റെയും സത്ത ആണ് ആ എഴുത്ത് എന്നതിനാൽ എല്ലാ സമയത്തും ഒരു കവിക്ക് കവിയായിരുന്നേ പറ്റൂ എന്ന് തന്നെ വിചാരിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഞാൻ പറയുക, എഴുത്ത് അല്ലെങ്കിൽ എൻ്റെ കാവ്യജീവിതം എന്ന് പറയുന്നത്, വേണമെങ്കിൽ പഴയ ഒരു രീതിയിൽ പറഞ്ഞാൽ കാവ്യ കലയോടുള്ള ഒരു ഉപാസനയാണ്. ആ ഉപാസനയുടെ ഒരു വഴി മാത്രമാണ് എഴുത്ത് എന്ന് പറയുന്നത്. കവിത വായിക്കൽ, വായിച്ച ഇഷ്ടപ്പെട്ട കവിതകളെ കുറിച്ച് പറയൽ, കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരോടും കവിതയെക്കുറിച്ച് സംസാരിക്കൽ, കവിതയെക്കുറിച്ച് എഴുതൽ, ഇതെല്ലാം പരിഭാഷ ചെയ്യൽ, ഇതെല്ലാം സത്യത്തിൽ ആ ഉപാസനയുടെ ഓരോരോ വഴികളാണ്. അതിലൊരു വഴി മാത്രമാണ് കവിത എഴുതൽ എന്ന് പറയുന്നത്. എന്നെ മലയാളത്തിൽ ആ നിലയ്ക്ക് പ്രചോദിപ്പിച്ചിട്ടുള്ള ഒരുപാട് കവികളുണ്ട്. ഇപ്പോൾ മഹാകവി പി കുഞ്ഞിരാമൻ നായർ, അദ്ദേഹം മുഴുവൻ സമയം ഇങ്ങനെ കവിതയിൽ മുഴുകി ജീവിച്ച, ജീവിതം കവിത തമ്മിൽ വ്യത്യാസമില്ലാതെ പോയൊരു കവിയാണ്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ യൗവനത്തിൻ്റെ ആരംഭത്തിൽ ആണെന്ന് ഓർക്കുന്നു, എൻ്റെ പ്രിയ കവി ആയിരുന്ന ആർ രാമേന്ദ്രൻ മാഷുമായിട്ട് PM നാരായണൻ നടത്തിയ ഒരു ഇൻ്റർവ്യൂ വരികയുണ്ടായി. അതിൽ രാമേന്ദ്രൻ മാഷ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു, എന്നെ വളരെ അന്ന് സ്പർശിച്ചിട്ടുള്ളൊരു കാര്യം, ഒരു കവിയാകാൻ കവിത എഴുതണമെന്ന് പോലും ഇല്ല എന്നാണ്. കവിത എഴുതണമെന്ന് പോലും ഇല്ല, കവിയായി ജീവിക്കലാണ് പ്രധാനം, എഴുതൽ രണ്ടാമതാണെന്നാണ് രാമേന്ദ്ര മാഷ് പറയുന്നത്. ഞാൻ ഒരുപാട് അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്. അങ്ങനൊരു മനോനിലയെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്. ഈ കവിയായി ജീവിച്ചാൽ മതി, എഴുതേണ്ടതില്ല എന്ന് അദ്ദേഹം അവസാന കാലത്ത് എഴുതിയിട്ടുമില്ല. എഴുത്തൊക്കെ നേരത്തെ അവസാനിപ്പിച്ച കവിയാണ്. എഴുതാനുള്ളതൊക്കെ നേരത്തെ എഴുതി അവസാനിപ്പിച്ച
പിന്നെ പിന്നെ അദ്ദേഹം കവിയായി ജീവിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ഒരു കവിയായിരുന്നു രാമേന്ദ്രൻ മാഷ്. അപ്പം ഇങ്ങനെയുള്ള കവികൾ എന്നെ ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പ്രചോദിപ്പിച്ചിട്ടും ഉണ്ടാകാം എന്ന് തോന്നുന്നു. കവിതയുടെ ഒരു ആസ്വാദനത്തെ കുറിച്ചാണല്ലോ ഇപ്പോൾ മാഷി സൂചിപ്പിച്ചത്. കവിതയുടെ വായനകളിൽ ഇന്ന് വലിയ വ്യത്യാസം വന്നിട്ടുണ്ട്. കവിതയുടെ ഒരു ജനാധിപത്യ കാലം എന്ന് പറയുന്ന ഒരു കാലം നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം നിരവധിയായിട്ടുള്ള മാധ്യമങ്ങളിലൂടെ നിരന്തരം കവിതകൾ പ്രകാശിപ്പിക്കാനും കവിതകളെക്കുറിച്ച് സംസാരിക്കാനും ഒക്കെ അവസരങ്ങളുണ്ട്. എന്നാൽ ഇന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ ആസ്വാദനത്തിൽ വന്നിട്ടുള്ള ഒരു വലിയ മാറ്റം, നല്ല കവിത, മോശം കവിത തുടങ്ങിയ തരംതിരിവുകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള കവിത എഴുതാനുള്ള സ്വാതന്ത്ര്യം തീർച്ചയായിട്ടുമുണ്ട്. എങ്കിൽ പോലും മികച്ചു നിൽക്കുന്ന കവിതകൾ അല്ലെങ്കിൽ അത്ര മികച്ചതല്ലാത്ത കവിതകൾ എന്ന് തുടങ്ങിയിട്ടുള്ള വേർതിരിവുകൾ ഇന്ന് ജനാധിപത്യ വിരുദ്ധം എന്ന നിലയ്ക്കാണ് കാണപ്പെടുന്നത്. പക്ഷെ മാഷെ സംബന്ധിച്ചിടത്തോളം മാഷ് പ്രിയപ്പെട്ട കവിതകളെ സ്വന്തം കവിത ആയിട്ട് തന്നെ പരിഗണിക്കുകയും അതിനെ ഉയർത്തിപ്പിടിക്കുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇന്നലേക്ക് നല്ല കവിതയും മോശം കവിതയും എന്നൊന്നുണ്ടോ? എന്നാലും ശരി, ഒരു കാര്യം സമ്മതിച്ചേ പറ്റൂ. മലയാള കവിതയുടെ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് ജനാധിപത്യവൽക്കരണത്തിന്റെ ചരിത്രമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൊതു മണ്ഡലമായിട്ട് കേരളത്തിൽ കവിത ക്രമേണ വികസിച്ച് വന്നത് നമുക്ക് മലയാള കവിതയുടെ ചരിത്രം നോക്കിയാൽ അറിയാൻ സാധിക്കും. ഒരു പൊതുമണ്ഡലം എന്നുള്ള നിലയിൽ ഇങ്ങനെ വികസിച്ച് വരികയാണ്. ആദ്യകാലത്ത്, പഴയ കാലത്ത് അതിൽ വളരെ കുറച്ച് ഇടപെടലുകളെ ഉണ്ടായിട്ടുള്ളൂ. അത് അപ്പർ കാസ്റ്റ് എന്നൊക്കെ പറയുന്ന മേൽജാതിയോ സാമ്പത്തികമായിട്ടും ജാതീയമായിട്ടൊക്കെ ഉയർന്ന, സാമൂഹ്യമായിട്ടൊക്കെ ഉയർന്ന വിഭാഗങ്ങളിൽപ്പെട്ടവരാവാം ആദ്യ കവികൾ. പുരുഷന്മാർ മാത്രമാകാം. പക്ഷെ പിന്നീട് ഈ അന്നത്തെ മേൽജാതി എന്നുള്ള ഇതിനപ്പുറത്ത് മറ്റ് ജാതി വിഭാഗങ്ങളിൽ നിന്ന്, മതവിഭാഗങ്ങളിൽ നിന്ന് ഒക്കെ എഴുത്തുകാരുണ്ടായി. എഴുത്തുകാർ വരാൻ തുടങ്ങി. കവിത ഒരു പൊതുമണ്ഡലം എന്നുള്ളതിൽ വികസിച്ച് വരാൻ തുടങ്ങി. മിഷണറിമാരുടെ, മലയാളികൾ പോലും അല്ലാത്തവരുടെ ഇടപെടലുകൾ ഉണ്ടായി. പിന്നെ 19ാം നൂറ്റാണ്ടിൽ വലിയ തോതിൽ അത് വിപുലീകരിക്കപ്പെട്ടു. സ്ത്രീകൾ വരാൻ തുടങ്ങി. ഇപ്പൊ കുട്ടിക്കുഞ്ഞു തങ്കച്ചിയെ പോലെ ഒരു കവി നമ്മൾ 19ാം നൂറ്റാണ്ടിലാണ് കേൾക്കുന്നത്, ഒരു സ്ത്രീയെ. പിന്നെ അവിടുന്ന് അങ്ങോട്ട് സ്ത്രീ കവികൾ തോട്ടക്കാട്ടിക്കാവുമ്മ 20ാം നൂറ്റാണ്ടിൽ ധാരാളം പേരുണ്ടായി. ആദ്യ പകുതിയിൽ തന്നെ കൂത്താട്ടുകുളം മേരി ജോൺ, സിസ്റ്റർ മേരി ബെനീജ, കടത്തനാട്ട് മാധവിയമ്മ, മുതുകുളം പാർവതിയമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ധാരാളം പേര്, ബാലാമണിയമ്മയിലെ ഒരു പരമാവധി നമ്മൾ കാണുകയും ചെയ്തു. അപ്പൊ ഇങ്ങനെ അതേപോലെ തന്നെ ഇസ്ലാം മതത്തിൽ നിന്നുള്ളവര്, ക്രിസ്തു മതത്തിൽ നിന്നുള്ളവര്, ഹിന്ദു മതത്തിൽ തന്നെ ഈഴവ വിഭാഗം, ധീവര വിഭാഗം, OBC വിഭാഗങ്ങള്, ദളിത് കമ്മ്യൂണിറ്റികൾ, ഇവരൊക്കെ ഓരോ സമയത്ത് ഇങ്ങനെ കവിതയുടെ ഈ മുഖ്യധാരയിലേക്ക് വരികയും ആ മുഖ്യധാര സ്വയം വിസ്തൃതമാവുകയും ചെയ്തതിന്റെ ചരിത്രമാണ് മലയാള കവിതയുടെ ഒരു ചരിത്രം എന്ന് പറയുന്നത്. അത് ഇപ്പൊ നമ്മൾ ഗോത്ര കവിത വരെ എത്തി നിൽക്കാം. അവൻ ആണും പെണ്ണും, ആണാദ്യം, പിന്നെ പെണ്ണ് വരുന്നു, പിന്നെ ക്വീർ കവിതകളെ പറ്റി ഇപ്പൊ നമ്മൾ പറയുന്നു അല്ലെ. ആ ഒരു വിപുലീകരണം തീർച്ചയായിട്ടും അതിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. അത് പറയുമ്പോൾ തന്നെ നല്ല കവിതയെക്കുറിച്ച് ഒരു സങ്കല്പം ഒരു വായനക്കാരൻ എന്നുള്ള നിലയിൽ എനിക്കുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ ഈ വിപുലീകരണത്തിന്റെ ചരിത്രത്തെ റദ്ദാക്കിക്കൊണ്ടല്ല പറയുന്നത്, അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയട്ടെ. നല്ല കവിതയെ കുറിച്ച് അതൊരു പക്ഷേ പേഴ്സണൽ ആവാം, ആത്മനിഷ്ഠ സ്വഭാവമുള്ള ഒരഭിപ്രായം ആവാം. പക്ഷെ അങ്ങനെ ഒരു സങ്കല്പനം പുലർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം എല്ലാം ഒന്നായിട്ട് നമ്മൾ കാണുക വർത്തമാനകാല കവിതയെക്കുറിച്ച് പറയുമ്പോൾ മാത്രമാണ്. വർത്തമാനകാല കവിതയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം തുല്യ പ്രാധാന്യത്തോടെ നമുക്കൊരു പക്ഷെ കാണാൻ കഴിഞ്ഞേക്കും. സത്യമാണ്, എല്ലാ കവിതയ്ക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ചിലതിന് സാഹിതീയമായ പ്രാധാന്യമാണെങ്കിൽ ചിലതിന് സാമൂഹ്യമായിട്ടുള്ള പ്രാധാന്യം ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള പ്രാധാന്യം നമ്മൾ എല്ലാവരുടെ എഴുത്തിനും ഉണ്ടാവും, എല്ലാ എഴുത്തിനും ഉണ്ടാവും. പക്ഷെ അത് നമ്മൾ ഒന്ന് മാറി നിന്നിട്ട് പഴയകാല കവിതയിലേക്ക് നോക്കൂ. പഴയകാല കവിതയിലേക്ക്
നോക്കുമ്പോൾ, ഭൂതകാലത്തിലെ കവിതകളിലേക്ക്, പഴയ കവിതകളിലേക്ക് നോക്കുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ചില കവികളെ മാത്രം അറിയുന്നത്? അന്നും ധാരാളം കവിതകൾ ഉണ്ടായിട്ടുണ്ടാവില്ലേ? ഒരുപാട് എഴുത്തുകാരുണ്ടായിട്ടുണ്ടാവില്ലേ? പക്ഷെ അത് ചില കവികളെ കുറിച്ച് മാത്രം പറയുന്നത് അവരുടെ കവിത ഒരുപക്ഷെ കാലം കടന്ന് നിന്നു. ഇപ്പൊ കുമാരനാശാനെ കുറിച്ച് നമ്മൾ ഇപ്പോഴും പറയും, വൈലോപ്പിള്ളിയെ കുറിച്ച് നമ്മൾ ഇപ്പോഴും പറയും. കുമാരനാശാന്റെ കൂടെ അന്ന് എഴുതിയിരുന്ന മറ്റ് കവികളെ കുറിച്ച് ചിലപ്പോൾ നമ്മൾ പറയണമെന്നില്ല ഇപ്പോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുമാരനാശാന്റെ കവിത കാലം കടന്നും കരുത്ത് കാണിച്ച് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അത്തരം കവിതകളെ നല്ല കവിത എന്ന് വിശേഷിപ്പിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. അത് വർത്തമാനകാലത്ത് നിന്ന് നോക്കിയാൽ കാണില്ല. കവിതയെ സമഗ്രമായി നോക്കുമ്പോഴേ നമുക്ക് നല്ല കവിത എന്ന് തിരിച്ചറിയാൻ കഴിയുള്ളൂ. അതിനാൽ ഇങ്ങനെ കവിതയെ കാലാതിവർത്തിയാക്കുന്ന കാവ്യ മൂല്യങ്ങൾ എന്താണ്? എനിക്ക് തോന്നുന്നത് കവിതയെ കാലാതിവർത്തിയാക്കുന്ന മൂല്യങ്ങൾ പ്രധാനമായിട്ട് ഒന്ന് ഭാഷയാണ്, കവിതയുടെ ഭാഷയാണ്. മനുഷ്യന്റെ ആവിഷ്കാരത്തിന്റെ ചരിത്രത്തില് പുതിയൊരു അധ്യായം ചേർക്കാൻ കഴിയുന്ന കാവ്യഭാഷ ഉണ്ടാവുക എന്ന് പറയുന്നതാണ് പ്രധാനം. ഭാഷയുടെ പലതരം ഭാഷാവിഷ്കാരങ്ങൾ വരുന്നുണ്ട്. ആ പലതരം ഭാഷാവിഷ്കാരങ്ങളുടെ കൂട്ടത്തിൽ മനസ്സിന്റെ ഇതുവരെ എക്സ്പ്ലോർ ചെയ്യാത്ത ഏരിയയിൽ നിന്ന്, ഇതുവരെ നമുക്ക് വെളിച്ചം കാണാത്ത ഇരുൾ തലങ്ങളുണ്ട് മനസ്സിന്റെ, അതിനെയൊക്കെ ആവിഷ്കരിക്കാൻ പറ്റിയ ഒരു ഭാഷ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതൊരു കാലവും ഒരു പൊതു സാഹിത്യ ഭാഷ അല്ലെങ്കിൽ ഒരു പൊതു കാവ്യഭാഷ ഉണ്ടാക്കുന്നുണ്ട്. ഒരു കാലത്തിനൊരു പൊതു കാവ്യഭാഷയാണ്. ഒന്നോ അല്ലെങ്കിൽ പ്രബലമായ 2-3 കാവ്യഭാഷകൾ ഓരോ കാലത്തും ഉണ്ടാവും. മിക്ക കവികളും എന്താ വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാ കാലത്തും ഉണ്ട്. ഒരു പൊതു കാവ്യഭാഷ ഓരോ കാലവും സൃഷ്ടിക്കുന്നുണ്ട്. നമ്മളിപ്പോ മണിപ്രവാളം എന്ന് പറയുന്നത് അതൊരു പൊതു കാവ്യഭാഷയുടെ പേരാണ്. മണിപ്രവാളം അന്നത്തെ ഒരു പൊതു കാവ്യഭാഷയായിരുന്നു അത്. ഇങ്ങനെ ഒരു പൊതു കാവ്യഭാഷ ഓരോ കാലത്തും ഇന്നും ഉണ്ട്. 1 അല്ലെങ്കിൽ 2-3 പ്രബലമായിട്ടുള്ള ധാരകൾ. എല്ലാവരും സാധാരണ കവികൾ ചെയ്യുക, ഓരോ കാലത്തും ജനിച്ച കവികൾ ചെയ്യുക ആ പൊതു കാവ്യഭാഷയോട് ചേർന്നങ്ങ് നിൽക്കാനാണ്. പക്ഷെ ഒരു കാലത്തെ കടക്കുന്ന കവി ആ പൊതു കാവ്യഭാഷയെ ബ്രേക്ക് ചെയ്യും, മുറിച്ച് കിടക്കും. അങ്ങനെ തനതായിട്ടുള്ളൊരു ഭാഷ ഉണ്ടാക്കാൻ കഴിയുമ്പോഴാണ് ഒരു കവി കാലത്തെ മറികടക്കുക എന്നാണ് ഞാൻ പറയുക. ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഭാഷ പോലെ തന്നെ പ്രധാനമാണ് ഒരു കവിക്ക് അയാളുടേതായ ഒരു നോട്ട നില ഉണ്ടാകും, പെർസെപ്ഷൻ. അതെ. ഇപ്പൊ നമ്മൾ തമ്മിലുള്ള ഈ അഭിമുഖം റെക്കോർഡ് ചെയ്യുന്ന ക്യാമറ വെച്ചിരിക്കുന്നത് ഒരു പ്രത്യേക ആംഗിളിൽ നിന്നാണ്, ഒരു പ്രത്യേക ഉയരത്തിൽ അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ ക്യാമറ കണ്ണിലൊരു നോട്ടനിലയുണ്ട്, അല്ലേ? ഇതേപോലെ തന്നെ നമുക്കൊക്കെ അങ്ങനെ ഒരു മനുഷ്യർ എന്നുള്ള നിലയിൽ തന്നെ നമുക്കൊരു നോട്ടനിലയുണ്ട്. ഞാൻ കാര്യങ്ങളെ കാണുന്ന രീതിയിലല്ല അതില് കാര്യങ്ങളെ കാണാം, അല്ലെ? മൂന്നാമതൊരാൾ വേറൊരു നിലയ്ക്കാവും കാണാം. ആ നോട്ടനിലയാണ് നമ്മളെയൊക്കെ വ്യത്യസ്തരാക്കുന്നത്. ശരിയാണല്ലോ? കവിയെ സംബന്ധിച്ച് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സ്വന്തമായൊരു നോട്ടനില ഉണ്ടാവുക. അതിപ്പോ അയാൾ എന്തിനെ കുറിച്ച് പറയട്ടെ, ഇപ്പൊ ഇവിടെ എന്റെ മുന്നിലിരിക്കുന്ന ഈ പൂപ്പാത്രത്തെ കുറിച്ച് ഞാൻ പറയുമ്പോൾ അത് എന്റേതായ ഒരു നോട്ടനിലയിൽ പറയാം. അതാണ് എന്റെ ഒരു ആംഗിൾ ഉണ്ടാവും. ആ ആംഗിൾ നിങ്ങളുടെ കണ്ണിന് കിട്ടണമെന്നില്ല. പക്ഷെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇങ്ങനെ കാണാമല്ലോ എന്ന് തോന്നും. അപ്പൊ അങ്ങനെയുള്ള ഇതുപോ മികച്ച കവിതകളൊക്കെ വായിക്കുമ്പോൾ ഉണ്ടാവുന്ന നമുക്ക് കിട്ടുന്ന ഒരു അനുഭവം വെച്ചിട്ടാണ് ഇത് പറയുന്നത്. ഇങ്ങനെ കാണാമല്ലോ എന്ന്. ഇപ്പോ കൊയ്ത്തുകാല കറവ് കഴിയവേ വിട്ട പൂവാലിപ്പയ്യായ പാടവും എന്ന് കുഞ്ഞിരാമൻ നായർ എഴുതുമ്പോ കൊയ്ത്തുകാല കറവ് കഴിയവേ വിട്ട പൂവാലിപ്പയ്യായ പാടം, ഇങ്ങനെ കാര്യങ്ങളെ തിരിച്ചിടാമല്ലോ. ഇവിടെ പാടത്ത് പെയ്യുന്ന പശുവിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ പറയുന്നതല്ല, കൊയ്ത്തുകാലമാകുന്ന കറവ് കഴിഞ്ഞ് മേയാൻ പറഞ്ഞയച്ച പൂവാലിപ്പയ്യാണ് പാടം. പാടം തന്നെ പശുവായിട്ട് മാറും.
ഇതൊരു പ്രത്യേക ആംഗിളിൽ നിന്ന് നോക്കിയാൽ മാത്രം കാണുന്ന ഒരു കാഴ്ചയാണ്. ഇങ്ങനെ ഒരു ചിത്രത്തെ മാത്രമല്ല, ഒരു വസ്തുവിനെ മാത്രമല്ല, മുഴുവൻ ജീവിതത്തെയും തനതായൊരു നോട്ടനിലയിൽ കാണാൻ കഴിഞ്ഞാൽ ആ കവിക്ക് കാലത്തെ മറികടക്കാൻ സാധിക്കും. ഇത് രണ്ടുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട. സ്വന്തമായൊരു ഭാഷ ഉണ്ടാവുക, പൊതു കാവ്യ ഭാഷയെ ബ്രേക്ക് ചെയ്ത് ആ ഭാഷ സ്ഥാപിക്കാൻ കഴിയുക, ഒരു നോട്ടനില സ്വന്തമായിട്ടുണ്ടാവുക. ഇത് രണ്ടുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ കാലം കടക്കാൻ കവിതയെ പ്രാപ്തമാക്കുന്ന ഘടകങ്ങൾ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നലേക്ക് ആദ്യ സമാഹാരമായ കനം മുതൽ അവസാന പുസ്തകമായിട്ടുള്ള നനവുള്ള മിന്നൽ വരെ എത്തി നിൽക്കുമ്പോൾ ഈ പൊതു ഭാവുകത്വത്തിനോട് സമരസപ്പെടാതെ നിരന്തരം ഒരു തനി വഴി, തനി മൊഴി കണ്ടെത്താനും അതിലൂടെ മുന്നോട്ട് ചരിക്കാനും ശ്രമിക്കുന്ന ഒരു കവിയായിട്ടാണ് ഈ രാമൻ എന്ന കവിയെ ഞാൻ വായിച്ചിട്ടുള്ളത്. കനത്തിൻ്റെ വളരെ വിവാദപരമായിട്ടുള്ള ആ ആമുഖം തൊട്ട് ഇപ്പോൾ അവസാനം മാഷ് നൽകിയൊരു ഇൻ്റർവ്യൂവിൽ വരെ പറയുന്ന സമാനമായിട്ടുള്ളൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്. ഇപ്പോൾ കനം എന്ന കവിതയിൽ തന്നെ അതുണ്ട്, ആ ഒരു കനത്തെക്കുറിച്ച്, ഇല്ലാത്തതിൻ്റെ ആ കനം പേറി നടക്കുന്നതിനെക്കുറിച്ച്. മാഷിപ്പോൾ അവസാനം നൽകിയൊരു ഇൻ്റർവ്യൂവിൽ ഞാൻ വായിച്ചു, ആശയഭാരം ഇല്ലാത്ത കവിത എഴുതാനുള്ള ശ്രമത്തെക്കുറിച്ച്. മാഷിന്റെ കവിതയുടെ ഒരു അടിസ്ഥാന മൂല്യങ്ങളിൽ ഒന്നായിട്ട് ആദ്യം മുതൽ ഇപ്പോൾ വരെ നിലനിൽക്കുന്ന ഒരു കാര്യം അതാണെന്ന് എനിക്ക് തോന്നുന്നു. ശരിയാണ്. അടുത്തിടെ എൻ്റെ ഒരു സുഹൃത്ത്, ഒരു കവി സുഹൃത്ത് എന്നോട് ചോദിച്ചു, ഈ നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ സമരം ആയിട്ട് ബന്ധപ്പെട്ട് മലയാളത്തിൽ അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു അനുഭവം വരുന്ന ഒരു മികച്ച കവിത, അതൊരു നാഷണൽ സെമിനാറിലോ എന്തോ ട്രാൻസ്ലേറ്റ് ചെയ്ത് അവതരിപ്പിക്കാനൊക്കെ വേണ്ടിയാണ് തോന്നുന്നു, ഏതാണ് എന്ന് എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ നോക്കിയിട്ട് എനിക്ക് ഒരു കവിതയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതായത് കവിതകളുണ്ട്. ഇപ്പോൾ മഹാകവി വള്ളത്തോൾ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തയാളാണ്. ഗാന്ധിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു, ഗാന്ധിയെ ഗുരുവായി കാണുന്ന ശിഷ്യനാണ്. അല്ലെങ്കിൽ ആ കാലത്തെ പല കവികളും, ജി ശങ്കരക്കുറുപ്പ്, കുഞ്ഞാവൻ നായർ, ഇവരൊക്കെ ഗാന്ധിയുടെ പാത അല്ലെങ്കിൽ ഗാന്ധിയുടെ മഹത്വം അറിയുന്നവരാണ്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ശരി, സ്വാതന്ത്ര്യ സമരത്തിന്റെ ജീവത്തായ നിമിഷങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു കവിത പോലും എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇവിടെയുള്ളത് ആശയങ്ങളാണ്. ഇപ്പൊ എൻ്റെ ഗുരുനാഥൻ എന്നുള്ള കവിത ഗാന്ധിജിയെ കുറിച്ച് എഴുതുന്നുണ്ട്, അല്ലെങ്കിൽ ഖാദി വസനങ്ങൾ കൈക്കൊള്ളുവിനേവരും എന്ന് പറയുന്നുണ്ട്. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ, സ്വാതന്ത്ര്യം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്നുള്ള ആശയം വരുന്നുണ്ട്. വള്ളത്തോളടക്കമുള്ള കവികൾ, അതെ, വള്ളത്തോളടക്കമുള്ള കവികൾ, ഒരുപാട് കവികൾ അന്ന് എഴുതുന്നുണ്ട് ഈ കാര്യം. കുട്ടമത്ത്, മഹാകവി കുട്ടമത്തിൻ്റെയൊക്കെ കവിതകളുണ്ട്. ശ്രീചക്രഗാഥ പോലെയൊക്കെയുള്ള കവിതകൾ, ഒരുപാട് കവിതകൾ നമുക്ക് ആ നിലയ്ക്ക് പറയാൻ കഴിയും. പക്ഷേ ഒരു സമരരംഗം ചിത്രീകരിച്ചിട്ടുള്ള ഒരു കവിത നമ്മൾ കാണില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോ സ്വാതന്ത്ര്യ സമരം മാത്രമല്ല കേട്ടോ, ഇപ്പൊ നമ്മുടെ പിന്നീട് വന്നിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി ബെറ്ററാണ്. ഇപ്പൊ ചെറുകാടിനെ പോലെയൊക്കെയുള്ളവരുടെ കവിതകൾ, ചെറുകാടിന്റെ ചില കവിതകൾ ഉണ്ട്. ഇപ്പോ ഒരു ഉദാഹരണത്തിന് പി ഗോവിന്ദപിള്ളയെ അറസ്റ്റ് ചെയ്ത ആ നിമിഷം ചിത്രീകരിക്കുന്ന ഒരു ഗംഭീരമായിട്ടുള്ള കവിത ചെറുകാട് എഴുതിയിട്ടുണ്ട്. പിടികൊടുത്തപ്പോൾ എന്നാണ് ആ കവിതയുടെ പേര്. ചെറിയൊരു കവിതയാണ്. ആ അനുഭവം, ആ ഒരു മൊമെന്റാ ചെറുകാട് എഴുതുന്നുണ്ട്. അല്ലെങ്കിൽ അമ്മയുടെ ചാത്തം എന്ന് പറഞ്ഞിട്ടൊരു കവി, കമ്മ്യൂണിസ്റ്റുകാരൻ അമ്മ മരിച്ച ചാത്തം കൂട്ടേണ്ടതുണ്ടോ? ഒരു ധർമ്മസങ്കടമാണത്. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ വീട്ടിലെല്ലാവരും ചാത്തം മുട്ടുന്നു, അമ്മയുടെ ശ്രാദ്ധം ഊട്ടണോ വേണ്ടയോ? ഇത് ചെറുകാട് എഴുതിയിട്ടുണ്ട്. അങ്ങനെ, പക്ഷെ അങ്ങനെ വളരെ കുറച്ച് കവിതകളെ ഞാൻ ഈ കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ആശയങ്ങളല്ല പറയുന്നത്, ആശയലോകമല്ല പറയുന്നത്, അനുഭവ തലത്തിൽ കണ്ടിട്ടുള്ളൂ. കുറച്ച് കവിതകളുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. നക്സൽ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പിന്നീട്
വന്ന കവിതകളുടെ സ്ഥിതിയും ഇത് തന്നെയാണ്. ആശയം നമ്മൾ എപ്പോഴും ഊന്നൽ കൊടുക്കുക, മലയാളിയുടെ ഒരു ചായ്വ് എപ്പോഴും ആശയ ലോകത്തിലേക്കാണ്, മറിച്ച് അനുഭവ ലോകത്തിലേക്കല്ല. ഇത് എനിക്ക് ഒരു വായനക്കാരൻ എന്നുള്ള നിലയിൽ തന്നെ അന്നും തോന്നിയിട്ടുണ്ട്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ് തോന്നാറ്. അപ്പം ഞാൻ പക്ഷേ എഴുതാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ആശയലോകമല്ല. എൻ്റെ കവിത ഒരിക്കലും എൻ്റെ ഒരു ആശയലോകമായിരിക്കരുത് എന്ന് വിചാരിക്കാറുള്ള ഒരാളാണ് ഞാൻ. കാരണം എൻ്റെ അനുഭവ ലോകമാണ്. എൻ്റെ അനുഭവത്തെ എന്തിനു വേണ്ടി എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ മരിച്ചാലും എൻ്റെ അനുഭവം അവിടെ നിൽക്കണം. ഞാൻ നാളെ ഇല്ലാതായാലും എൻ്റെ ചെറിയ 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 അനുഭവങ്ങളെ എനിക്ക് ഭാഷയിൽ ശേഖരിച്ചു വെക്കണം, പ്രിസർവ് ചെയ്ത് വെക്കണം. ആ പണിയാണ് എൻ്റെ കവിതയിലൂടെ ഞാൻ ചെയ്യുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിലെ നിമിഷങ്ങളെ ഭാഷയിൽ ഇങ്ങനെ ശേഖരിച്ചു വെക്കാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് തന്നെ അനുഭവപരതയ്ക്ക് വലിയൊരു പ്രാധാന്യം എൻ്റെ എഴുത്തിൽ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് എല്ലാവരുടെ എഴുത്തിലും അങ്ങനെ തന്നെ ആവണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എൻ്റെ എഴുത്തിൽ അനുഭവപരതയ്ക്ക് വലിയ പ്രാധാന്യം ഉണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത്. അതിനെ ഭാവനയിലൂടെ ഏതെങ്കിലും തരത്തിലൊക്കെ അതിന് മാറ്റം വരുന്നുണ്ടോ എന്നുള്ളത് അടുത്തൊരു വിഷയമാണ്. കുതിച്ചു പായുന്ന ഒരു ഭാവനയുടെ കവിതയുമല്ല എൻ്റേത്. അനുഭവ ബോധ്യങ്ങൾ, അനുഭവത്തെ കവിതയാക്കാം, അതിനെ കാവ്യാത്മകമാക്കാം. എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാഷയിൽ അതിനെ പിടിച്ചെടുത്ത് പ്രിസർവ് ചെയ്യാം എന്നാണ് എൻ്റെ വ്യാമോഹം. ഈ നിമിഷങ്ങളുടെ സ്മാരകം എന്നൊക്കെ. അതെ, നിമിഷങ്ങളുടെ സ്മാരകം എന്ന് പറയുന്ന പോലെ. അതെ അതെ അതെ. അതേസമയം ഒരു കവി എന്നുള്ളതിനൊപ്പം തന്നെ ഒരു മലയാളം അധ്യാപകൻ കൂടിയാണല്ലോ. ഈ മലയാള കവിതയെ കുറിച്ച് മലയാളികൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ഭീതി പടർത്തുന്നത് മലയാളം അധ്യാപകരാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിന് പ്രധാന കാരണം കവിത എന്നുള്ളത് വ്യാഖ്യാനിച്ചുകൊണ്ട് മനസ്സിലാക്കിയെടുക്കേണ്ടുന്ന ഒരു സാഹിത്യ രൂപമാണ് എന്നുള്ള ഒരു ധാരണ മലയാളം അധ്യാപകരിലൂടെ വ്യാപകമായിട്ട് പ്രചരിച്ചിട്ടുണ്ട്. അത് കാവ്യഭാവുകത്വത്തെയും സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. കാരണം വ്യാഖ്യാനക്ഷമമായിട്ടുള്ള കവിതകൾ എഴുതുമ്പോൾ അത് പഠിപ്പിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു സാഹചര്യവും വരുന്നുണ്ട്. അപ്പോൾ മാഷ് ആശയങ്ങൾക്ക് അതീതമായിട്ട് അനുഭവത്തിൻ്റെ ഒരു തലത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് സംസാരിച്ചത്. അതെ. അപ്പോൾ ശരിക്കും കവിത വ്യാഖ്യാനിച്ചുകൊണ്ട് മനസ്സിലാക്കേണ്ടുന്ന ദുർഗ്രഹമായ ഒരു സാഹിത്യ രൂപമാണോ? എങ്ങനെയാണ് കവിത ആസ്വദിക്കേണ്ടത്? നേരത്തെ പറഞ്ഞതിന്റെ ഒരു തുടർച്ചയാണ്, അത് എക്സ്റ്റൻഷനാണ് ഈ ചോദ്യവും ഈ പ്രശ്നവും. അതെ അതെ. കവിത പൊതുവെ കേരളത്തിൽ സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത് ഒരു കേരളീയ സമൂഹം അതിനെ സ്വീകരിച്ചിട്ടുള്ളത് പ്രധാനമായിട്ടും ഒരു ആശയധാരയായിട്ട്. അതെ അതെ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അധ്യാപകരെ കവിതയെ ക്ലാസ് മുറിയിൽ പഠിപ്പിക്കുന്നതും ഒരു എന്താ പറയുക ആശയധാര എന്നുള്ള നിലയിൽ തന്നെയാണ്. കവിതയ്ക്ക് അർത്ഥമുണ്ട് എന്നാണ്. ഒരു കവിത വായിച്ച് അതിന് അർത്ഥം പറയലാണ് പ്രധാനം. ഇത് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ടീച്ചിങ് രീതി അത് തന്നെയാണ്. ഇപ്പൊ പഴയ കാലത്ത് സംസ്കൃത കവിതയൊക്കെ പഠിപ്പിക്കുക അന്വയവും അർത്ഥവും പഠിപ്പിച്ചിട്ടാണ്. കാളിദാസൻ ഉൾപ്പെടെയുള്ളവരുടെ കവിതകള് ഇവിടെ പഠിപ്പിച്ചു വന്നിരുന്ന ഒരു രീതി അതാണ്. അന്വയം അർത്ഥം, അന്വയം പറയുക, ആദ്യം അന്വയിക്കുക, എന്നിട്ട് അർത്ഥം പറയുക. ആ ഒരു പാരമ്പര്യം തന്നെയാണ് ആധുനിക വിദ്യാഭ്യാസം വന്നതിന് ശേഷവും കവിതയുടെ കാര്യത്തിൽ നമ്മൾ തുടർന്നത്. ആധുനിക വിദ്യാഭ്യാസം വന്നതിന് ശേഷവും ഈ പരമ്പരാഗത കവിതാ വിദ്യാഭ്യാസ രീതി തന്നെയാണ് നമ്മൾ തുടർന്നത് കവിതയുടെ കാര്യത്തിൽ, കാവ്യകലയുടെ കാര്യത്തിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം പറയാം. മലയാളമായതുകൊണ്ട് അന്വയത്തിന് വലിയ പ്രാധാന്യമില്ല. അപ്പോൾ കവിത വായിക്കുക, അർത്ഥം പറയുക എന്നുള്ളതാണ്. അർത്ഥം എന്ന് വെച്ചാൽ ആശയം തന്നെയാണ്. അതോടെ കവിത കിട്ടി, അതോടെ കവിത പൂർണ്ണമായിട്ടും കിട്ടി എന്നുള്ളതാണ്. വേണമെങ്കിൽ അർത്ഥം എന്നുള്ളത് അർത്ഥങ്ങൾ നീട്ടാം. പലതരം അർത്ഥങ്ങളുണ്ട്. ബാഹ്യാർത്ഥം, വാച്യാർത്ഥം, വ്യംഗ്യാർത്ഥം, ധ്വനിയും അർത്ഥം തന്നെ, എത്തിക്കേറുന്ന അർത്ഥം. ഇങ്ങനെ അർത്ഥങ്ങളുടെ ഒരു വായനയാണ്. പക്ഷെ ഞാൻ പറയുക അർത്ഥമല്ല കവിതയ്ക്ക്. കവിതയ്ക്ക് അർത്ഥമില്ല, അർത്ഥമല്ല കവിത എന്നുള്ളതിൻ്റെ ഒരു ന്യായം എന്താ വെച്ചാൽ വാക്കിന് അർത്ഥമുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. വാക്കിന് ഇപ്പം മഴ എന്നുള്ള വാക്കിന് എന്താ അർത്ഥം?
വെയിൽ എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? ചൂട് എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? അർത്ഥമില്ല, അനുഭവമാണ് അതൊക്കെ. മഴ എന്നുള്ള വാക്കിന് അർത്ഥം പറയാൻ നമുക്ക് കഴിയണമെന്നില്ല. അല്ലെ? ശാസ്ത്രീയമായിട്ടൊക്കെ അപഗ്രഥിച്ച് പറയാ സയൻസ് ആയി പോകും. മറിച്ച് ഇപ്പൊ മാരി അല്ലെങ്കിൽ മഴയുടെ ഒരു പര്യായം, വേറെ ഏതെങ്കിലും ഒരു പര്യായം പറയാം, വർഷം എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം പറയാം. വർഷം സമം മഴ എന്ന് പറയാം, അല്ലേ? അപ്പോ അനുഭവമാണ് വാക്ക് അടിസ്ഥാനപരമായി. അത് വർഷം സമാന മഴ എന്ന് പറയുന്നത് വർഷം മലയാള വാക്കല്ല എന്നുള്ളതുകൊണ്ട്, അത് സംസ്കൃതത്തിൽ വന്നൊരു വാക്കാണ്. അതുകൊണ്ടാണ് നമുക്ക് അർത്ഥം പറയും. സാധാരണ വായനക്കാരന് നിത്യജീവിതത്തിൽ നിന്ന് ഉള്ള വാക്കല്ല, അതുകൊണ്ടാണ് അതിന് അർത്ഥം നമുക്ക് പറയേണ്ടി വരുന്നത്. സാധാരണ നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് അർത്ഥമല്ല ഉള്ളത്, അനുഭവമാണ്. അതേ യുക്തി അനുസരിച്ചാണ് പറയുന്നത് കവിത നിത്യജീവിതത്തിൽ നിന്ന് വരുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ കവിതയ്ക്ക് ഒരിക്കലും അർത്ഥമല്ല എന്നത് അനുഭവമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ആദ്യ പുസ്തകം മുതൽ അവസാന പുസ്തകം വരെ വായിക്കുമ്പോൾ ഈ അനുഭവ ലോകത്തിൻ്റെ ഒരു വികാസ പരിണാമങ്ങൾ ഇങ്ങനെ പിന്തുടർന്ന് വരാൻ വേണ്ടി കഴിയും. ആ ഒരു വികാസത്തെക്കുറിച്ച്, അത് സാധ്യമായത് എങ്ങനെയെന്നതിനെ കുറിച്ച് പറയൂ. അത് എനിക്ക് തോന്നുന്നത് എൻ്റെ വായന എന്നെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെതായ ചില കവികളെയൊക്കെ എനിക്ക് കണ്ടെത്താൻ ഇടയായി. ഈ അനുഭവ ലോകം ആരൊക്കെ എങ്ങനെയൊക്കെ ആവിഷ്കരിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഒരു ഉദാഹരണത്തിന്, ആധുനികതയുടെ കാലത്ത് വേണ്ടത്ര സ്വീകരിക്കപ്പെടാതെ പോയ ഒരു കവിയാണ് ടി.ആർ. ശ്രീനിവാസൻ. എൻ്റെ ഒരു പ്രിയ കവിയാണ്. എൻ്റെ പ്രിയ കവിയാകുന്നത് അദ്ദേഹം ഈ അനുഭവ ലോകത്തെ, ആർക്കും പറയാൻ കഴിയാത്ത അനുഭവ ലോകത്തെ അദ്ദേഹം ആവിഷ്കരിച്ചു. ഇപ്പൊ തിളക്കങ്ങളെ നിങ്ങൾ എന്നെ പൊതിഞ്ഞിരിക്കുന്നു എന്നൊക്കെ അദ്ദേഹം എഴുതും. അല്ലെങ്കിൽ പുൽക്കൂമ്പിൽ സൂര്യരശ്മികൾ മുട്ടയിടുന്നു. ഒരു അനുഭവമാണത്. അല്ലെങ്കിൽ ഇപ്പൊ ഇക്കിളി വേണ്ടൊരു അദ്ദേഹം എഴുതിയ ഒരു കുട്ടിക്കവിത ഞാൻ പറയും. ഇക്കിളി. പൊക്കിളിലൊരു കിളി, കവിളിലാകെ ഒരു ഇളി, കുളിരുകൊണ്ടൊരു കുളി എന്നാണ്. അതാണ് ഇക്കിളി. ഇതിനർത്ഥം പറയാനില്ല. ആ ഇക്കിളി എന്തോന്ന് വിവരിക്കാൻ കഴിയും. പലപ്പോഴും നമുക്ക് മറ്റൊരു തരത്തിലും വിവരിക്കാൻ കഴിയാത്ത ഒന്നാണ് അനുഭവം. അനുഭവങ്ങൾ വിവരിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അനുഭവങ്ങൾ വേറൊരാളെ പറഞ്ഞ് മനസ്സിലാക്കൽ എളുപ്പമല്ല. അപ്പോൾ അനുഭവങ്ങളെ സാന്ദ്രമാക്കി വെക്കാൻ കഴിഞ്ഞിട്ടുള്ള കവിതകൾ, ഇതുപോലുള്ള കവികളും കവിതകളും എന്നെ തുടക്കം മുതൽ തന്നെ ആകർഷിച്ചിട്ടുണ്ട്. ടി.ആർ. ശ്രീനിവാസൻ എന്നെ എങ്ങനെ എൻ്റെ വായനയുടെ തുടക്കം മുതൽ എൻ്റെ വായനയെ വഴിതിരിച്ചു വിട്ട എഴുത്തുകാരിൽ ഒരാളാണ്. അല്ലെങ്കിൽ ഇപ്പോൾ പുലാക്കാട്ട് രവീന്ദ്രൻ, എനിക്കുള്ള എൻ്റെ സ്വകാര്യ കവികളുണ്ട് കുറെ മലയാളത്തിൽ. ഒരുപക്ഷെ മറ്റുള്ളവർ അത്ര തന്നെ ഈ കവികളെ കുറിച്ച് പറയണമെന്നില്ല. ഒരു പൊതു കാവ്യ ചരിത്രത്തിലോ ഭാവുകത്വത്തിലോ വേണ്ട രീതിയിൽ അടയാളപ്പെടുത്തപ്പെടാതെ പോയ പല കവികളുണ്ട്. അവരെ ഞാൻ വിലമതിക്കുന്നത് അവരുടെ ഈ അനുഭവ ലോകത്തെ അവരുടേതായ ഭാഷയിൽ എക്സ്പ്രസ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയുള്ള കവിതകളുടെ വായന എന്നെ തീർച്ചയായിട്ടും സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യകാലത്ത്, ഇപ്പോൾ കനം എന്നുള്ള ആദ്യത്തെ പുസ്തകത്തിലെ കവിതകൾ എഴുതുന്ന കാലത്ത്, ഇപ്പോൾ പട്ടാമ്പി പോലെ ഒരു പ്രദേശത്ത് ഒരു ഉൾനാട്ടില് വളരെ സാധാരണമായിട്ടുള്ളൊരു ജീവിതം ജീവിക്കുന്ന ഒരു യൗവനത്തിലെത്തുക മാത്രം ചെയ്തിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയിൽ എനിക്ക് എൻ്റെ ചെറിയ കുഞ്ഞു കാര്യങ്ങളാണ് അതാണ് എൻ്റെ അനുഭവം, അതാണ് എനിക്ക് എഴുതേണ്ടത്. അതിലൂടെ മാത്രമേ എനിക്ക് ലോകത്തിനെ തൊടാൻ കഴിയുള്ളൂ. അല്ലാതെ ഈ എന്താ പറയാ, വലിയ കറണ്ട് കമ്പി കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് പിടിച്ചെടുക്കണ പോലെ മാതിരി അങ്ങനെ തലയ്ക്ക് മുകളിലൂടെ ചീറിപ്പായുന്ന ആശയലോകത്തെ സ്വീകരിക്കാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. കാരണം എനിക്ക് എൻ്റെ ഇത്തിരി പോകുന്ന ജീവിതമായിരുന്നു പ്രധാനം. ഞാൻ കാണുന്ന മനുഷ്യര്, അവരുടെ ചെറിയ ജീവിതങ്ങൾ, എൻ്റെ നാട്ടിലെ പ്രകൃതി, അവിടുത്തെ ജനങ്ങളുടെ ഉത്സവങ്ങൾ, പട്ടാമ്പി നേർച്ച, കടപ്പുറത്ത് വേല, സന്തോഷവും സങ്കടവും, ഇതൊക്കെയായിരുന്നു എന്നെ. ഇപ്പോൾ തൊടിയുടെ തറ്റത്തുള്ള
കക്കൂസിലേക്ക് ഈ കുഴിയണമെന്ന് ഈ ഇങ്ങനെ പാത്തി വെച്ചിട്ടുള്ള കക്കൂസിലേക്ക് ഇഴഞ്ഞു നീങ്ങുന്ന മുത്തശ്ശി, ഞാൻ കാണുന്ന എൻ്റെ അനുഭവ ലോകമാണ് എനിക്ക് അവതരിപ്പിക്കേണ്ടി. അപ്പോൾ അതിനു വേണ്ടി അങ്ങനെ അതിന് പറ്റിയൊരു കാവ്യഭാഷ ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചു. ഉണ്ടാക്കിയെടുത്തോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെയാണ് എൻ്റെ ആദ്യകാല കവിതകളിൽ ഞാൻ ഈ അനുഭവ ലോകത്തെ അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. പിന്നീട് എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ കവിതാ ജീവിതത്തിലുടനീളം അങ്ങനെ ഒരു ശ്രമം തന്നെയാണ്. നമ്മുടെ ജീവിതം കുറെ കൂടി മാറുന്നതിനനുസരിച്ച്, വിപുലപ്പെടുന്നതിനനുസരിച്ച് ഈ അനുഭവ ലോകവും ഒരുപക്ഷെ വിപുലപ്പെടാം. അത്രയും. മരക്കൊമ്പിൻ കൂർപ്പും പടപടയടിക്കുന്ന ചിറകിൻ ഗതിക്കൂർപ്പും കാണുന്നിരുമിഴികൾ തൻ സൂക്ഷ്മതയതും അഭേദം താൻ എല്ലാം ചലനരഹിതം പിന്നിലൊഴുകും മഹാവ്യോമക്കുത്തിൽ നിലപതറിടാ നിശ്ചലത താൻ.